എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ കഴിയുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്, കറണ്ട് ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ അവരിപ്പോൾ കടന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും നിങ്ങൾക്ക് റെസണേറ്റ് ആവണമെന്നില്ല. ഒരു വ്യക്തി കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തു അവർക്കിതൊന്നും റെസണേറ്റ് ആയില്ല എന്നത്. അതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം ഞാൻ കൃത്യമായി പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഇത് കുറേ പേരുടെ എനർജി കൂടിച്ചേരുന്ന ഒരു റീഡിംഗ് ആണ്. അതുപോലെ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് അല്ല. ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. ടാറോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദേശം മാത്രമാണ്. അതിലുപരി നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ മാത്രം മുൻനിർത്തി ഒരു തീരുമാനം എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഇതൊരു ഒരു നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഗൈഡൻസ് മാത്രമായിട്ട് ഇതിനെ കാണുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ ആ ഒരു വ്യക്തിയുടെ നിലവിലത്തെ അവസ്ഥ, അല്ലെങ്കിൽ നിലവിലത്തെ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാർഡ് എടുത്ത് നോക്കാം. അപ്പോൾ കാർഡ്, ഞാൻ മറ്റുള്ള ടാറോട്ട് റീഡർമാരെ പോലെ കാർഡ് എടുത്ത് വെക്കുന്ന ഒരു പരിപാടി വളരെ കുറവാണ്. നമുക്ക് എന്തൊക്കെ കാർഡുകളാണോ വരുന്നത് അതാണ് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം. അതായത് നിങ്ങളോടുള്ള അവരുടെ കറണ്ട് ഫീലിങ്സും അവരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻസും നമുക്ക് നോക്കാം. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം. അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഒരു 8 ഓഫ് സോഡ് എനർജിയാണ്. അതായത് ഒരു ചതിയിൽപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണുന്നത്. അതല്ലെങ്കിൽ ഇപ്പോഴവർ തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഏത് വ്യക്തിയോടാണോ അവരൊന്നിച്ച് ജീവിക്കുന്നത് ആ ഒരു ചതിയിൽപ്പെട്ട ഒരവസ്ഥയാണ് ആ ഒരു വ്യക്തിയെ കാണുന്നത്. അതായത് അവർക്കൊരു ചതി പറ്റിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയോടൊപ്പം പോയ ആ ഒരു വ്യക്തിക്ക് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു ചതി പറ്റിയതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ അവരിൽ നിന്ന്, അവരിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ടാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അവരും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ, നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ നിരന്തരം ഒരു കലഹം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ടൈഡപ്പ് സിറ്റുവേഷനാണ്. അതായത് കാലചക്രം മാറുന്നു എന്നും പറയത്തില്ല, തീർച്ചയായിട്ടും. അതായത് കർമ്മ തിരിച്ച് ആ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് എങ്ങനെയാണോ ഒരു വ്യക്തി പെരുമാറിയത്, അത് നിങ്ങളോട് ഒട്ടും മനുഷ്യത്വമില്ലാതെയാണ്, അല്ലെങ്കിൽ വളരെ വിവേചനപരമായിട്ടാണ് നിങ്ങളോട് പെരുമാറിയത്. ആ ഒരു തിരിച്ചടി തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. കർമ്മ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കാലം കാത്തുവെച്ച വിധിയാണ് അവർക്ക്. അതായത് നിങ്ങളോട് ചെയ്തതിനുള്ള ആ ഒരു തിരിച്ചടിയാണ് പ്രകൃതി തന്നെ, അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ കൊടുക്കുന്നൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു തേർഡ് പാർട്ടിയുടെ പല കള്ളത്തരങ്ങളും അവർ മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടി വളരെ ശുദ്ധഗതിക്കാരിയാണ്, അല്ലെങ്കിൽ വളരെ ഫെയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സ്വഭാവശുദ്ധിയും അവരെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയുമാണെന്ന് ആണ് അവരാദ്യം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഒരു തെറ്റിദ്ധാരണകൾ ഇപ്പോൾ ആ ഒരു ബന്ധത്തിൽ ഉടലെടുത്തതായിട്ട് കാണുന്നുണ്ട്. അവരും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ
ചില തെറ്റിദ്ധാരണകൾ ഉടലെടുത്തതായിട്ട് കാണുന്നുണ്ട്. അവർ തമ്മിൽ നിരന്തരം വഴക്കിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഒരു ടൈഡപ്പ് സിറ്റുവേഷനിലായിട്ടാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി അവർക്ക് സംശയമാണ്. കടുത്ത വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ. അതായത് തേർഡ് പാർട്ടി എതിർക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ആണ് നിങ്ങളുടെ വ്യക്തി എടുക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ഇപ്പോൾ അവർക്ക് വിശ്വാസമില്ല. അതായത് തേർഡ് പാർട്ടിയും അവരും തമ്മിൽ ഒരു തുറന്ന സംസാരമില്ല എന്നാണ് കാണുന്നത്. അതുപോലെ അവർ തമ്മിൽ എന്നും വഴക്കാണ്. എന്നും വഴക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഭയങ്കര ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് നമുക്ക് കാണുന്നത് തേർഡ് പാർട്ടിയായിട്ട്. അവർ മനഃപൂർവ്വം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് തന്നെ ജീവിതത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് നിങ്ങളുടെ വ്യക്തിക്ക് കാലം കൊടുത്ത്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് പ്രപഞ്ചശക്തി കൊടുത്ത വിധിയാണിത്. ഇപ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു മാനസിക വേദനകൾ, ബുദ്ധിമുട്ടുകൾ കർമ്മ തിരിച്ചടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളോട് അവർ കടുത്ത അനീതി കാണിച്ചു, അതിന് ഡിവൈൻ തന്നെ അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ടാണ് ഈ ഒരു ബന്ധം. ഇപ്പോൾ അവർ അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മാനസിക സമ്മർദ്ദം അഥവാ അല്ലെങ്കിൽ ആന്തരിക സംഘർഷത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല. ഈ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ അവർ ഈ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇതൊരു കട്ട് ചെയ്ത വീഡിയോ അല്ല, പലരും എഡിറ്റ് ചെയ്തൊക്കെ ഇടും. ഞാൻ ചെയ്യുന്ന വീഡിയോസ് കൂടുതലും എൻ്റെ ലൈവായിട്ട് കാർഡിൽ വന്ന കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ, കാണുന്ന റീഡേഴ്സ്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ ഒരു തേർഡ് പാർട്ടിയും, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ റീഡിങ് ഇട്ടിട്ടുണ്ട്, ഇവിടെ അവർക്കൊരു മനസ്സമാധാനം അവർ ആ തേർഡ് പാർട്ടി കൊടുക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ബന്ധത്തിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. ഇത് കർമ്മയാണ്, ഇത് അവർ ചെയ്തതിൻ്റെ ഫലമാണ്, കർമ്മഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. അതായത് വിതച്ചതേ കൊയ്യൂ എന്ന് പറയത്തില്ല, തീർച്ചയായിട്ടും ഇത് ആ ഒരു വ്യക്തി അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാര്യം അവർ നിങ്ങളോട് കാണിച്ച അനീതിക്ക് കാലം അവർക്ക് കൊടുത്തൊരു മറുപടിയായിട്ട് ഇതിനെ കാണാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ മോശം ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. നിങ്ങളെ പ്രണയിക്കുന്ന വ്യക്തിയാവാം, നിങ്ങളുടെ ഭാര്യയാവാം, നിങ്ങളുടെ ഭർത്താവാം, ആരുമാവാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. എപ്പോൾ നിങ്ങളിത് കാണുന്നു അപ്പോഴത്തേക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവരുടെ കറൻറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ടയേർഡാണ്. നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ടൊക്കെ ഭയങ്കര ടയേർഡ്നെസ് ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അതുപോലെ വാക്കുതർക്കങ്ങൾ നടക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയും അവരും തമ്മിൽ കടുത്ത വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികമായ ആ ഒരു വ്യക്തി ഒരുപാട് സംഘർഷത്തിലാണെന്ന് കാണുന്നുണ്ട്. ഒരുപാട് വേദനകൾ ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. ഇതവർ ഇപ്പോൾ ഈ കാർഡിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്, ഇതവർ ചെയ്തതിനുള്ള ഫലമാണ്, നിങ്ങളോട് ചെയ്തതിനുള്ളൊരു ഫലമാണ് അവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അവർക്ക് അവരുടെ നെക്സ്റ്റ് ആക്ഷനും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ അവരുടെ കറൻറ്റ് സിറ്റുവേഷനാണ് നോക്കി, ഇനി അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. അതിനും കുറച്ച് കാർഡുകൾ എടുക്കാം. പ്രാർത്ഥിച്ച് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ രൂപം മനസ്സിൽ കണ്ടതിന് ശേഷം ഈ റീഡിംഗ് കാണുക കേട്ടോ. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, നിങ്ങളുടെ വ്യക്തി ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഭാവിയിൽ ഫ്യൂച്ചറിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ളൊരു സ്നേഹം അവർക്ക് എങ്ങൊന്നും കിട്ടിയില്ല. ഞാൻ ഇന്നലെയും റീഡിങ് ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കിട്ടാക്കനിയാണ്. നിങ്ങൾക്ക് മാത്രമേ, അതായത് നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും സാധിക്കില്ല. അന്നൊരു തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂണിയനാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ്. പക്ഷെ അവർ ഭയങ്കര ഗൗരവക്കാരാണ്. അവരുടെ ഈഗോയൊക്കെ പുറകോട്ട് വലിക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് ഈഗോയൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഈഗോയൊക്കെ അവർ മാറ്റി നിർത്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ്. അവർ ഭയങ്കര ഈഗോ ഉള്ളവരാണ്. നാണമല്ല, ഒരു ഈഗോ ഉള്ള വ്യക്തികളാണ്. പക്ഷെ ഉള്ളിൽ സ്നേഹമുള്ളവരാണ്. കുറച്ച് അബദ്ധധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. ബ്ലാക്ക് മാജിക് ആവാം, തേർഡ് പാർട്ടിയുടെ പലതരത്തിലുള്ള ഇടപെടൽ കൊണ്ടാവാം. അതായത് നിങ്ങൾ കൊടുത്തൊരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ ഒരു ഡിഫറൻ്റ് ആണ്. നിങ്ങൾ അവരോട് കാണിച്ച്, അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ കിട്ടിയില്ല. അതുമാത്രമല്ല, അവിടെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കടുത്ത തിരിച്ചടിയാണ്, കർമ്മഫലമാണ് അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദൃഢനിശ്ചയം എടുക്കുന്നുണ്ട്. അതായത് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് വരാനാണ് അവർ തയ്യാറാകുന്നത്. അവിടെ അവരുടെ ഈഗോയൊക്കെ അവർ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്രയും കാലം അവർക്ക് നിങ്ങളിലേക്ക് വരാനൊരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഇനി അവർക്ക് വയ്യ. അവരൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അവർക്ക് വയ്യ. ഒരു ദൃഢനിശ്ചയം അവരെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങളായിട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെയും കൂട്ടി അവരൊരു യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൂരയാത്ര നിങ്ങളുമായിട്ട് പോകാനൊക്കെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത്. മുൻപ് അവർക്ക് അതിനുള്ള ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പോഴവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ആണ് ശരിയെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവർക്കൊരു തെറ്റ് പറ്റിയെന്നൊരു ആ ഒരു വ്യക്തി സമ്മതിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അവരുടെ അഹങ്കാരവും ഈഗോയൊക്കെ അവർ മാറ്റി വയ്ക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവർ കണ്ടിരുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർ മനസ്സിലാക്കാൻ നേരത്തെ അവർ ശ്രമിച്ചില്ല. പക്ഷെ ഇപ്പോഴവർ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ അവർ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു റീയൂണിയനാണ് സാധ്യത. ഒരു 3 monthsനുള്ളിൽ 3 to 3 നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 നമ്പേഴ്സാണ് ഇമ്പോർട്ടൻ്റ്. 3ഉം 7ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 months അല്ലെങ്കിൽ ഒരു 3 weeks to 3 monthsനുള്ളിലൊരു റീയൂണിയനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഒരു 3 weeks to 3 monthsനുള്ളിൽ ഒരു റീയൂണിയന് സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കൊരു അവസരം കൂടി നിങ്ങൾ കൊടുക്കൂ എന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അവർ ഈ ഒരു സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ്: അവർക്കൊരു അവസരം കൂടി കൊടുക്കണം. നിങ്ങൾ അവരെ മനസ്സിലാക്കണം, അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കണം എന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം പരത്തുന്ന തരത്തിലുള്ള വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രചോദനമാവട്ടെ എൻ്റെ വീഡിയോ എന്ന് ഞാനും കരുതുന്നു. ആ തരത്തിലുള്ള കുറേ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരാം. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ടാരോട്ട് കാർഡ് റീഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ള കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത്. പലതിൻ്റെയും കണ്ടിന്യൂഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് നിങ്ങളുടെ ഒരുപാട് എനർജി എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ്. ഈ കൂട്ടുകാരുടെയൊക്കെ എനർജിയാണ് ഇവിടെ കയറി വരുന്നത്. അപ്പം വീണ്ടും നമുക്കൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.